ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനകളെ കുറിച്ച് പഠിച്ചില്ലേ? ഇനി നമുക്കിന്ന് ഐക്യരാഷ്ട്ര സംഘടനയിൽ കുറെ ഏജൻസികളുണ്ട്. ഇനി എന്താ മിസ് ഏജൻസികൾ? എടാ, നമുക്ക് തൊഴിൽപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണ്. നമ്മുടെ രാജ്യത്ത് ആകമാനം പല രാജ്യങ്ങളിലും തൊഴിലില്ലായ്മയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ തീരുമാനം എടുക്കാം? ആ തീരുമാനം എടുക്കാൻ ഒരു ഏജൻസി ഉണ്ട്. ഇനി കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണ്. ആ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വനിതാ കമ്മീഷന്, അതേപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള പോസ്കോ ആക്ട്, അങ്ങനെ ഓരോ കമ്മീഷനുകളില്ലേ? മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. അങ്ങനെയല്ലേ? അതേപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ കുറെ ഏജൻസികളുണ്ട്. കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇതിനുള്ള തീരുമാനങ്ങളും ചർച്ചകളൊക്കെ എടുക്കുക. അല്ലെ? അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, എണ്ണ നമ്മുടെ ഇറക്കുമതിയൊക്കെ ചെയ്യുന്ന എണ്ണകൾക്ക് ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടെയാണ്. ഇനി ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എവിടെയും പട്ടിണി കിടക്കുന്നുണ്ട്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എവിടെ തീരുമാനം എടുക്കുക? അതിനൊക്കെ ഓരോ ഏജൻസികളുണ്ട്. ആ ഏജൻസികളെ കുറിച്ചാണ് മിസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ആദ്യത്തേതാണ് യുനെസ്കോ. എന്താണ് യുനെസ്കോ എന്ന് പറയുന്നത്? യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും തീരുമാനം എടുക്കുക? അത് യുനെസ്കോയിലാണ്. എവിടെയാണ്? യുനെസ്കോയിലാണ് കേട്ടോ. സ്ഥാപിതമായത് 1945-ലാണ്. ആസ്ഥാനം പാരീസിൽ. എവിടെയാണ്? പാരീസിലാണ്. 1945 പാരീസിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. നമ്മൾ പാന്റ് ഒക്കെ ഇട്ടിട്ടല്ലേ വിദ്യാഭ്യാസത്തിന് പോവുക, അല്ലെ? പാന്റ് ഒക്കെ ഇട്ടിട്ടാണ് പോവുക, അല്ലെ? 1945. അപ്പൊ 5-ാം വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രൈമറി വിദ്യാഭ്യാസം നൽകുക. 5-ാം വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പ്രൈമറി വിദ്യാഭ്യാസം നൽകുക. 1945-ലാണ്. 1945 പാരീസിലാണ് കേട്ടോ. അടുത്തത് യുനിസെഫ്. യുനിസെഫ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായിട്ടുള്ളത്. യുണൈറ്റഡ് നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് എന്നാണ്. യുണൈറ്റഡ് നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്. യുനിസെഫ് എന്ന് കേട്ടാൽ എന്താണ്? കുട്ടികൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർമ്മ വരും. കുട്ടികൾക്കായുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഏത് ഏജൻസിയിലാണ് എന്നുള്ളതാണ്. ഇത് സ്ഥാപിതമായത് 1946-ലാണ്. 6-ാം ക്ലാസ്സിലാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികളെ 1-ാം ക്ലാസ്സിലേക്കൊക്കെ ഇരുത്തുക, അല്ലെ? 1-ാം ക്ലാസ്സിലേക്ക് ഇപ്പൊ ഇരുത്തുക 6-ാം ക്ലാസ്സിലാകുമ്പോൾ. 1946-ലാണ് കുട്ടികൾക്കായിട്ടുള്ളത്. നമ്മൾ അടുത്ത് നേരത്തെ പറഞ്ഞത് എന്താ? വിദ്യാഭ്യാസം തുടങ്ങുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്. 46 എന്താണ്? യുനിസെഫ് ആണ്. അതായത് 6 വയസ്സിലാണ് കുട്ടിയെ 1-ാം ക്ലാസ്സിലേക്ക് ചേർക്കുക. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂയോർക്കിലാണ് കേട്ടോ. എവിടെയാണ്? ന്യൂയോർക്കിലാണ് ആസ്ഥാനം. ഈ 6-ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്ത് ന്യൂ ആയിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ അല്ലേ കൊണ്ടുപോകുക? പുതിയ പുസ്തകം, പുതിയ ബാഗ്, പുതിയ യൂണിഫോം ഒക്കെ. അപ്പൊ ന്യൂയോർക്കിലാണ് ഇതിന്റെ ആസ്ഥാനം. അടുത്താണ് ILO. ILO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതായത് ജോലിക്ക് പരമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്ത്? ILO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. സ്ഥാപിതമായത് 1919. ലേബർ ഓർഗനൈസേഷൻ 1919. എങ്ങനെയാണ്? 1919-ലാണ് സ്ഥാപിതമായത്. ആസ്ഥാനം ജനീവ. ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ലേബർ ആവുന്നത്, അല്ലെ? ജനീവ. ആസ്ഥാനം എവിടെയാണ്? ജനീവ. അടുത്തത് ലോക ബാങ്ക്. നമുക്കൊക്കെ ബാങ്ക് ഉണ്ട്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് RBI ആണ്. ഇനി ലോകത്തിനൊരു ബാങ്ക് വേണ്ടേ? ഈ ബാങ്കുകളൊക്കെ സംരക്ഷിക്കാൻ മറ്റൊരു ബാങ്ക് വേണ്ടേ? അതാണ് ലോക ബാങ്ക് എന്ന് പറയുന്നത്. ലോക ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1946-ലാണ്. ആസ്ഥാനം വാഷിംഗ്ടൺ DC. എന്താണ്? വാഷിംഗ്ടൺ DC. എന്താണ്? വാഷിംഗ്ടൺ DC. ഇപ്പൊ ഞാനിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലോക ബാങ്കിൽ പണങ്ങളൊക്കെ ഒരു വാഷിംഗ് മെഷീൻ പോലെ, വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ പണം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഇങ്ങനെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ജസ്റ്റ് ഒരു കോഡായിട്ട് കണക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ലോകാരോഗ്യ സംഘടന WHO, അതായത് ലോകാരോഗ്യ സംഘടന. WHO എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ് ഇംഗ്ലീഷ് പേര്. ലോകാരോഗ്യ സംഘടന. ആരോഗ്യപരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയിലാണ്. ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത് 1948. 1948-ലാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്. ആസ്ഥാനം ജനീവ. ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ കഴിയോ? ഇല്ല. ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ മരുന്നൊക്കെ കുടിക്കുന്നത്? ജനീവ. അപ്പൊ നമ്മൾ ജനീവ മുന്നേ എന്തോ പഠിച്ചല്ലോ. അതെ, ലേബർ ഓർഗനൈസേഷൻ, അല്ലെ? ലേബർ. ഓക്കെ. ഇവിടെ എന്താണ്? ജനീവ. ഏതാണ്? ലോകാരോഗ്യ സംഘടന. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. 1948. സാധാരണ 8 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമൊക്കെ നശിക്കും എന്ന് പറയില്ലേ? 8 മണിക്കൊക്കെ എണീക്കരുത്, നേരത്തെ എണീക്കണം എന്ന് പറയില്ലേ? അടുത്തത് ലോക വ്യാപാര സംഘടന. നമ്മുടെ ആഗോള തലത്തിലൊക്കെ വ്യാപാരങ്ങൾ നമ്മൾ നല്ലോണം നടത്തുന്നില്ലേ? ലോക വ്യാപാര സംഘടന. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. നിലവിൽ വന്നത് 1995 ജനുവരി 1-ാം തീയതി. 1995-ലാണ് ലോക വ്യാപാര സംഘടന വന്നിട്ടുള്ളത് ജനീവ.